ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? മനസുഖമെങ്ങു പോയി എനിക്കില്ല ശാന്തി തെല്ലും നിമിഷ സുഖം നുകരാൻ കരളിനു ദാഹമെന്നും സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥാ പകയുടെ തീക്കനലാ മുറിവുകളേറിയെന്നിൽ യേശു പറയൂ നീ ഞാൻ യോഗ്യയോ? ദൈവത്തിന് സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അപ്പോൾ പത്രോസ് അവനോട്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ചെറിയ കഥ കേട്ടുള്ളൂ. ഒരു ചേട്ടനെയും വളരെ സ്നേഹമുള്ള സഹോദരങ്ങളായിരുന്നു. ഒരു ദിവസം എന്തോ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ അവർക്ക് പിണങ്ങേണ്ടതായിട്ട് വന്നു. അവരുടെ വീടുകൾക്കിടയിലായി അതിമനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അനിയന് ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ ആ പൂന്തോട്ടം എല്ലാം നശിപ്പിച്ച് അവൻ അവരുടെ ഒരു കുളം കുത്തി. അതോടെ ഇരു വീട്ടുകാരും തമ്മിലുള്ള അകൽച്ച രൂക്ഷമായി. ആ ഇടയ്ക്ക് ഒരു ജോലിക്കാരൻ ചേട്ടന്റെ വീട്ടിലേക്ക് ഒരു ജോലി അന്വേഷിച്ചു വന്നു. ജോലിയെല്ലാം നൽകിക്കൊണ്ട് വന്നു. ആ കാണുന്ന വീട് എൻ്റെ അനുജന്റെ വീടാണ്. ആ വീട് എനിക്ക് കാണുകയേ വേണ്ട. എനിക്കൊരു മതിൽ എത്ര ഉയർത്തി കെട്ടാമോ അത്രയൊരു ഉയരത്തിലൊരു മതിലുണ്ടാക്കി തരണമെന്ന് പറയുകയും എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ഒരാഴ്ച വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നും ചേട്ടൻ പറഞ്ഞു. പിറ്റേ ദിവസം ചേട്ടൻ ആ സ്ഥലത്തേക്ക് യാത്രയാകുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ചേട്ടൻ മടങ്ങി വന്നപ്പോൾ അവിടെ മതിലൊന്നും കണ്ടില്ല. പകരം കുളത്തിന് മുകളിലൂടെ 2 വീടിനെ യോജിപ്പിക്കുന്ന ഒരു പാലം കെട്ടിയിരിക്കുന്നു. ആ പാലത്തിന്റെ മുകളിലൂടെ ഇരു വീട്ടിലെയും കുട്ടികൾ കളിച്ചു നടക്കുന്നു. ഈ സമയം അനിയൻ ഓടി വന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നന്ദിയുണ്ട് ഏട്ടാ, ഞാൻ ഇത്രയേറെ ദ്രോഹം ചേട്ടനോട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ എന്നെ കൈവിട്ടില്ലല്ലോ. അതെ, നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ജീവിത സുഖവും ലഭിക്കുന്നത്. അത് നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവമേ, നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ. ആമേൻ.